മിക്കവാറും ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇവളെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അയക്കേണ്ടി വരും. മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാം. വരുന്നു പേഷ്യന്റ്. ഈ ചെമ്പകമംഗൽ എന്താ ജില്ലാ ആശുപത്രിയായോ? സാവിത്രിജി, സാവിത്രിജി. എന്താ മാലതി? ദേ നോക്ക്, ഒരാക്രി വരുന്നുണ്ട്. ഇവള് പുറത്തു പോയിട്ട് ആരുടെയോ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. നാക്ക് നല്ലതാണല്ലോ, അതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടും. ഇവളിതുവരെ പോയില്ലേ? ഇവളെ ഇവിടെ കണ്ടുപോകരുതെന്നാ അച്ഛന്റെ കൽപ്പന. നീ ഇതുവരെ ഓഫീസിൽ പോയില്ലേ? ഇതുങ്ങളെ കൊണ്ട് ചുറ്റി നടക്കലാണോ ഒരു ACP യുടെ പണി? എന്താ സാവിത്രി, എന്തിനാ നീ അവനെ വഴക്ക് പറയുന്നേ? എന്താ കാര്യം? ഇവളിതുവരെ പോയില്ലേ? നന്ദിനി, ഇനി ഇവളിവിടെ താമസിക്കാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അമ്മേ, അത് തന്നെയാ ഞാനും മാലതിയും കൂടെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതൊന്നും പറ്റില്ല. ഇവളിവിടെ ഉണ്ടാക്കുന്ന തലവേദന നമുക്ക് സഹിക്കാൻ പാടാ. നന്ദിനി, വേഗം ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ ഇവക്കൊരു ഉപകാരം ചെയ്തു, പക്ഷേ ഇവളതൊന്നും അർഹിക്കുന്നില്ല. ഇവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഇവള് നിനക്ക് മെനയാ. വേഗം പറഞ്ഞുവിട്. അതെ, ഇത് സ്വസ്ഥതയും സമാധാനമുള്ള തറവാടാ. ഇവിടെ ഈ വക ശല്യങ്ങളൊന്നും പറ്റില്ല. ഇത് കൈമളി ഏട്ടന്റെ കൽപ്പനയാ. അനുസരിച്ചിട്ടില്ലെങ്കിലേ അതൊരു കൊടുങ്കാറ്റാ. അത് നിനക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് കുട്ടി, എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്. എന്താ മോനെ? ഇവൾക്കിപ്പോ ഒരു അപകടം പറ്റി. എന്റെ കാറ് ഇവളെ ചെറുതായിട്ടൊന്ന് ഇടിച്ചു. അങ്ങനെയാ ഇവളുടെ കൈ ഒടിഞ്ഞത്. ഞാനും ദേവമ്മയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ ഇവളെ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. കാറ് ശ്രദ്ധിച്ചോടിക്കാൻ അറിയില്ലേ ഡ്രൈവർക്ക്? എങ്ങനെയാ നിന്റെ കാർ ഇവൾക്കിട്ട് ഇടിച്ചത്? ചോദിക്കാതെ ഇവിടുന്ന് സ്കൂട്ടർ എടുത്ത് പുറത്തു പോയത്? മനഃപൂർവ്വം കൊണ്ടുവന്ന് സ്കൂട്ടർ ഇടിപ്പിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ഇവള് രണ്ടും കളിച്ചു നടക്കുന്ന ഒരു പെണ്ണാ. ഈ അവസ്ഥയില് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് മുത്തശ്ശി. ഈ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം? നീ ഇവളുടെ മീഡിയേറ്റർ ആകാനൊന്നും നോക്കണ്ട കേട്ടോ. ഇവളുടെ പാട്ടിന് വിട്ടേക്ക്. അത് മതി മോനെ. ഇവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. ഇതേ നിന്റെ മുത്തച്ഛന്റെ അന്ത്യശാസനമാ. അറിയാലോ നിന്റെ മുത്തച്ഛന്റെ സ്വഭാവം. ഇവളെ അങ്ങനെ പറഞ്ഞു വിടാനും പറ്റില്ല മുത്തശ്ശി. അതിന് വേറെയും പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവൾക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെല്ലാരും കുടുങ്ങും. എല്ലാരും കുടുങ്ങുന്നു? നീ പറഞ്ഞത് മനസ്സിലായില്ല. അമ്മേ, നിയമപരമായി ഈ ദേവമ്മ മീനാക്ഷിയുടെ ലീഗൽ കസ്റ്റോഡിയനാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണിവൾ. ഇവളുടെ സംരക്ഷണത്തിന്റെ മുഴുവൻ ചുമതലയും ബഹുമാനപ്പെട്ട കോടതി ദേവമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ ദേവമ്മ ഏറ്റുവാങ്ങിയ മരക്കുരിശ് അവര് തന്നെ ചുമക്കട്ടെ. മറ്റുള്ളവരുടെ പെടലിക്ക് വെക്കാൻ നോക്കണ്ട. ഞങ്ങൾ ആരും യേശുക്രിസ്തു അല്ല. മുത്തശ്ശി, ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവമ്മയ്ക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. ദേവമ്മയെ ജയിലിലേക്ക് അയക്കാൻ എന്തായാലും മുത്തശ്ശി തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. മാത്രമല്ല മുത്തശ്ശി, ഇവൾക്ക് ആരുമില്ല. അമ്മ മരിച്ചുപോയി, അച്ഛൻ ജയിലിലോ.
ഇവളുടെ അച്ഛൻ ജയിലിലാണെന്നോ? അതെന്തിനാ? പക്ഷേ ഇവളുടെ അമ്മയെ കൊന്നതിന്റെ കുറ്റം അദ്ദേഹത്തിന്റെ തലയിൽ വന്നു. ആ, അമ്മയെ തട്ടിയിട്ട് അച്ഛൻ ജയിലിലേക്കും പോയി. നല്ല ബെസ്റ്റ് ഫാമിലി. സാവിത്രി, നിർത്ത. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ഈ കുട്ടി. അവളുടെ മനസ്സിനെ തകർക്കുന്ന ഒന്നും ഇനി പറയരുത്. ഹാ, അത് ശരി. അമ്മ ദേ മറുകണ്ണ ചാടി. അമ്മേ, ഒരു കാരണവശാലും ഇവളെ ഇവിടെ നിർത്താനുള്ള തീരുമാനം അമ്മ എടുക്കരുത്. മറ്റുള്ളവരുടെ കണ്ണീരും ചോരയും കൊണ്ട് കെട്ടിപ്പൊക്കിയ നീറോ ചക്രവർത്തിയുടെ കൊട്ടാരമല്ല ചെമ്പകമംഗലം. അന്യരുടെ കണ്ണീരൊപ്പുകയും വീഴാൻ പോയവരെ താങ്ങി നിർത്തുകയും കാരുണ്യം കാട്ടുകയും ചെയ്തതിന് ദൈവം തന്ന സമ്മാനമാണ് ഈ ഭവനം. സമാധാനമുള്ള വീട്. ആരുമില്ലാത്തവരെ രക്ഷിക്കുന്നത് പാപമല്ല, പുണ്യമാ. നന്ദിനി അത് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവളോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ അച്ഛന്റെ കൽപ്പന? നിന്റെ അച്ഛൻ ജനാർദ്ദന കൈമള എന്റെ ഭർത്താവാ. നിനക്ക് മനസ്സിലായോ? കുട്ടിക്ക് ഇവിടെ താമസിക്കാം. പക്ഷേ ഇവിടുത്തെ സമാധാനം കുട്ടിയായിട്ട് കളയല്ലേ. ഇല്ല മുത്തശ്ശി. ജയറാം, നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. ആരത്? അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ തന്നെ വന്ന് നോക്ക്. എന്നെ കാണാൻ ആരും വരാനില്ല. അയാൾ കാത്തു നിൽക്കുന്നു. നിങ്ങൾ കാണണമെങ്കിൽ വന്ന് കാണും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുവിടാം. എന്തു പറയുന്നു? കാണാം. ആ നിൽക്കുന്ന ആളാ നിങ്ങളെ കാണാൻ വന്നത്. ആര്? പരിചയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമൾ. അച്ഛാ, അരുത്, അങ്ങനെ വിളിക്കാൻ പാടില്ല. നിന്റെ അച്ഛനെന്ന യോഗ്യത നീ എനിക്ക് ചാർത്തി തരരുത്. എനിക്ക് നീ പണ്ടേ മരിച്ചുപോയൊരു മകനാണ്. പിന്നെ എന്തിനാ തിരക്കി വന്നതെന്ന് ചോദിച്ചാ, നിന്റെ ഇൻഷലിൽ ഞാനും ചെമ്പകമംഗലവും ഉണ്ട്. അതുകൊണ്ട് നാട്ടുകാരിൽ പലരും ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് നീ എന്റെ മകനാണെന്ന്. ആ സമൂഹത്തിന് മുമ്പിൽ എന്നെയും നിന്റെ അമ്മയെ അപമാനിച്ചത് മതിയായില്ലടാ നിനക്ക്? ഇപ്പം ദേ കൂടെ കൂട്ടിയോളേക്കൊന്ന ജയിലിലും. ഈ നാണക്കേടൊക്കെ സഹിക്കാൻ ഞാനും എന്റെ രാജലക്ഷ്മിയും എന്ത് പാപമാടാ ചെയ്തേ? അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുക.
18 കൊല്ലങ്ങൾക്കപ്പുറം എനിക്ക് നിന്നെക്കുറിച്ചുള്ള ധാരണ പൂർത്തിയായതാ. അച്ഛാ, അച്ഛൻ കാര്യങ്ങളൊന്നും അറിയാതെ എങ്ങനെ സംസാരിക്കുന്നത്? വേണ്ട, നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. ഡാ, അച്ഛനെന്ന ഉച്ചാരണത്തിന് പോലും ഒരു വല്ലാത്ത ശക്തിയുണ്ട്. അത് നീ പണ്ടേ ഇല്ലാതാക്കി. നിന്നെ ജീവനൊപ്പം സ്നേഹിച്ച നിലവിളക്ക് പോലുള്ള നിന്റെ ഭാര്യയെ നീ ഒരു വിധവയാക്കി. നിന്നെ സ്നേഹിച്ചവർക്കൊക്കെ നീ പകരം നൽകുന്നത് വഞ്ചനയാണ്. മാതാപിതാക്കളെയും കൂടപ്പറപ്പുകളെയും നീ വഞ്ചിച്ചു. ചെമ്പകമംഗലം തറവാടിന്റെ മേൽ തീമഴ പേയിച്ചിട്ടാ നീ ഇവിടുന്ന് പടിയിറങ്ങിയത്. എന്നിട്ട് നീ അവസാനിപ്പിച്ചിട്ടില്ല അല്ലേടാ? അച്ഛാ, ഒടുവിൽ നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവളെ കൂടെ നീ നിഷ്കരണം ഇല്ലാതാക്കി. ഇല്ല അച്ഛാ, ഞാനത് ചെയ്തിട്ടില്ല. അച്ഛാ, അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കും. ഇല്ല, നിന്നെ ഞാനിനി വിശ്വസിക്കില്ല. ഞാൻ നിന്നെ കാണാൻ വന്നത് മകൻ ജയിലിലായപ്പോ ചങ്കടറി പോയൊരു അച്ഛൻ ആത്മനിർഭരമായി നീ തെറ്റിദ്ധരിക്കണ്ട. നിന്നെ ഞങ്ങൾ എത്രത്തോളം വെറുത്തു എന്നറിയിക്കാനാ. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല അച്ഛാ. ഞാനൊന്നും വരുത്തി കൂട്ടിയതല്ല. എല്ലാം വന്നു ചേർന്നതാ. നീ ഇനി എത്ര അലക്കിയാലും അതൊന്നും വെളുക്കില്ലടാ. കറകളൊന്നും മായുകയില്ല. നിന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ നീ തന്നെ അനുഭവിച്ചു മതിയാവും. ഈ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് നീ നരകിച്ചു മരിക്കും. ഇതൊരച്ഛന്റെ ശാപമാണ്, പിതൃശാപം. ഈ അവസ്ഥ നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആദ്യമായി ഞാൻ അച്ഛ എന്നുള്ള വിളി കേട്ടത് നിന്റെ നാമീന്നല്ലേ. കണ്ടു, നിന്റെ ആ വിളികൾ അലയ്ക്കുന്ന ഹൃദയവുമായി ഞാൻ തിരികെ പോകുന്നു. ഞാൻ നിന്നെ കാണാൻ വന്നത് ചെമ്പകമംഗലത്ത് ആരും അറിഞ്ഞിട്ടില്ല, അറിയേയില്ല. ഇനി ഇവിടുന്ന് നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. ഞാൻ കൊണ്ട വെയിലല്ല നിന്റെ തണലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്തായാലും അമ്മ ആ മരങ്കേറി പെണ്ണിനെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചത് വലിയ മണ്ടത്തരമായി പോയി. അവൾ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ദൈവത്തിനെ അറിയൂ. ഒരു കൾച്ചറും ഇല്ലാത്ത ഫാമിലിയിൽ ജനിച്ചതെന്ന് അറിഞ്ഞൂടെ? വല്ല കോളനിയിലും ആയിരിക്കും. അത് അവളുടെ പെരുമാറ്റം കണ്ടാലേ തോന്നൂ. തള്ള തലതെറിച്ചതുകൊണ്ടായിരിക്കാം തന്ത തള്ളെ കൊന്നത്. എന്നിട്ട് ഇതേ ഇപ്പൊ ജയിലിൽ. അക്കാര്യം നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നേ. എന്തെല്ലാം രഹസ്യങ്ങളാ നന്ദിനി നമ്മളിൽ നിന്നും മറച്ചു വെച്ചത്. ഒരു കൊലപാതകിയുടെ മകളാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ആദ്യമേ അവളെ ഇതിനകത്ത് കേട്ടത്തില്ലായിരുന്നു. നന്ദിനിയിടത്തെയും ആ മീനാക്ഷിയും തമ്മില് എന്തോ ഒരു രഹസ്യമുണ്ട്. ആ അതെ, അല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ പുലിവാല് പിടിക്കൂ. എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? നിങ്ങൾ കുറെ നേരം കൂടി ഇവിടെ നിന്ന് വായിട്ടലയ്ക്ക്. എനിക്ക് അരോചകമാവുമ്പോ ഞാൻ ഗെറ്റൗട്ട് അടിക്കാം. ഞാനോ മാലതിയോ ഞങ്ങൾ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താൽ മതി, അമ്മ അത് വലിയ പ്രശ്നമായിട്ട് എടുത്ത് ഞങ്ങളെ വലിയ രീതിയിൽ ശിക്ഷിക്കും. നന്ദിനി ഇത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്തിട്ട് അമ്മ അനങ്ങുന്ന പോലും ഇല്ല. ഞാൻ അമ്മയുടെ മകളല്ലേ അമ്മേ? ദേ ഇവള് ഇളയ മരുമകളും. ഞങ്ങൾക്ക്
നിങ്ങൾക്കില്ലാത്ത പരിഗണന അവക്കെന്തിനാ ഇവിടെ? അതെന്തിനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ അറിയില്ല എന്ന് നടിക്കാന്നെയൊക്കെ. അമ്മ ചായ. ഞങ്ങൾക്ക് എന്തിനാ ചായ? അല്ല, നിങ്ങളിവിടെ നിൽക്കുന്ന കണ്ടു ഞാൻ ചായ എടുത്തു. ദാ. അവള് സ്കൂട്ടർ എടുത്തോണ്ട് നിങ്ങളുടെ പുറകെ വരാൻ കാരണം എന്താ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇവളും അവളും തമ്മിൽ എന്തോ ഒരു ഗൂഢാലോചന ഇവിടെ നടപ്പുണ്ട്. യാതൊരു സംശയവും വേണ്ട, അത് ഉറപ്പാ. ആ മീനാക്ഷിയുടെ മനസ്സിൽ ഒരു ബോംബിരിപ്പുണ്ട്. കറക്റ്റ്. അത് പൊട്ടാതെ നോക്കാനാ ഈ നന്ദിനിയുടെ വെപ്രാളം. ആ പറയൂ. എന്താ അമ്മേ? ഒന്നുമില്ല. അച്ഛൻ എവിടെ പോവാന്നാ പറഞ്ഞത്? എങ്ങോട്ടാ പോകുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞൊന്നുമില്ല. ഒരിടം വരെ പോകുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. ഡ്രസ് മാധുരിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെയുണ്ട്. പോ പെണ്ണെ, കളിയാക്കാതെ. കാര്യം പറഞ്ഞ എങ്ങനെ കളിയാക്കലാവും? നമുക്കേ ഒരു സെൽഫി എടുക്കാം, വാ. ആ സ്ത്രീ അയച്ച മെസ്സേജുകള് എന്റെ മാധുരിയുടെ ജീവൻ എടുത്തെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ അച്ഛൻ പോലും എന്റെ വാക്കുകളല്ല അവരുടെ വാക്കുകളാണ് വിശ്വസിക്കുന്നത്. അതെന്താ അതിന്റെ കാര്യം? പക്ഷെ ഇവരെ ഞാനങ്ങനെ വിടില്ല. ഞാൻ ഇവരുടെ കൂടെ ഇങ്ങോട്ട് വന്നത് ഇവരെന്റെ കെയർ ടേക്കർ ആയതുകൊണ്ടല്ല. എന്റെ അമ്മയെ ഇല്ലാതാക്കിയവർക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഏറെക്കുറെ എല്ലാവരും തന്നെ ഈ സ്ത്രീക്ക് സപ്പോർട്ടാ. എന്റെ അമ്മ വിഷമിക്കണ്ട. അധിക കാലമൊന്നും അവരെല്ലാവരും സംരക്ഷിക്കില്ല, സപ്പോർട്ട് ചെയ്യുകയില്ല. ഇവിടെയുള്ള എല്ലാവരും അവരെ വെറുക്കുന്നൊരു ദിവസം വരും. അങ്ങനെ ഞാൻ അവരോട് പകരം വീട്ടും. അതെ, ഒരല്പം പതുക്കെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രതികാര കഥ മറ്റുള്ളവർ കേൾക്കില്ലായിരുന്നു. ഓ, ഒളിച്ചു നിന്ന് കേൾക്കായിരുന്നോ? ഈ താക്കോൽ പഴുതിലൂടെ നോക്കുന്ന ശീലം അത്ര നല്ലതല്ല. ആ വക ശീലമൊന്നും എനിക്കില്ല. അത് നീ വഴിയെ മനസ്സിലാക്കിക്കൊള്ളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പരിസരം നോക്കാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോ നിനക്ക് എന്ത് സന്തോഷം കിട്ടുന്ന? എനിക്ക് എന്ത് സന്തോഷം കിട്ടുന്നെന്ന് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ കൊച്ചാണ്. ആ ഫ്ലാറ്റിലുള്ളവരെല്ലാം നിന്റെ ശത്രുക്കളും. നിന്നെ ഒറ്റയ്ക്കാക്കാൻ പറ്റാത്തോണ്ടാ നിന്റെ അച്ഛൻ ഒരു കോർട്ട് ഓർഡറോടെ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അച്ഛനെന്നെ നിങ്ങളെ ഏൽപ്പിച്ചതിന്റെ കഥയൊന്നും പറയണ്ട. ദാ നോക്ക്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാ, നിന്റെ അമ്മയ്ക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നോ അത്രമാത്രം എനിക്കും നിന്നോട് സ്നേഹമുണ്ട്. ദേ, എന്റെ അമ്മയെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നോ? എന്റെ അമ്മയാരും നിങ്ങളാരും?
ദേവി എന്ന പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു യക്ഷിയ. എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ 1000 ജന്മം ജനിക്കണം. നിങ്ങളെ ഞാൻ ഒരിക്കലും എന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുകയില്ല. ഇത് സത്യം.